കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട്, അതുമല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ, അതുമല്ലെങ്കിൽ ഒരു 40 വർഷങ്ങളായിട്ട് നമ്മൾ നിത്യേന രാവും പകലും നടത്തി വരുന്ന പ്രാർത്ഥനകളുടെ എണ്ണവും ആഴവും പരപ്പും നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ മാനസാന്തരപ്പെടേണ്ട കാലം കഴിഞ്ഞു. എല്ലാ മനുഷ്യരും വിശുദ്ധരായിത്തീരേണ്ട കാലം കഴിഞ്ഞു. ശുദ്ധീകരണ സ്ഥലവും നരകവുമെല്ലാം അടച്ചു പൂട്ടപ്പെടേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ എന്തിയേ ഭൂമിയിൽ ഇന്ന് തിന്മകൾ നിത്യേന പെരുകിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾ എന്തേ ഫലപ്രദമാകുന്നില്ല? ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലേ? ഇല്ല എങ്കിൽ കാരണം ഇതാണ്: നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ നാവിലൂടെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നാവിൻ്റെ ദുർവിനിയോഗം മൂലം നമ്മുടെ പ്രാർത്ഥനകൾ ഫലദായകം ആകുന്നില്ല. നമുക്കറിയാം, ഇപ്പം ഞാൻ ഒരു ബക്കറ്റിലേക്ക് ഒരു തുള്ളി വിഷമൊഴിച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട, ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു തുള്ളി വിഷമൊഴിച്ചാൽ ആ വെള്ളം മുഴുവൻ വിഷമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പാഴ്വേലയായിട്ട് മാറ്റപ്പെടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്തിനും ഏതിനും നമ്മൾ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് ഒരു നെഗറ്റീവ് നമ്മൾ കൂട്ടിച്ചേർക്കും. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പ്രമേഹമുള്ളതുകൊണ്ട് ഞാൻ മുക്കുറ്റി പറിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരാൾ എന്നോട് വന്ന് പറഞ്ഞു, അയ്യോ മുക്കുറ്റി ഒത്തിരി പറിച്ച് കഴിച്ചേക്കരുത് കേട്ടോ, പ്രമേഹം താന്നു പോവും, അയ്യോ അതുകൊണ്ട് പറിച്ചേക്കരുത് കേട്ടോ, അത് കഴിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കണ്ടോ, എന്തിനും ഏതിനും അവസാന അറ്റത്തൊരു തിന്മയും കൂടെ കൂട്ടിച്ചേർക്കും. അപ്പോൾ ഞാൻ പറയുന്നത് പ്രാർത്ഥനകൾ വേണ്ടെന്നല്ല, പക്ഷെ നമ്മുടെ മനോഭാവങ്ങൾ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഫലദായകമാകുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.